അല്ലാഹു 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 അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് പഠനം എന്ന വിഷയത്തിൽ നാലാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 3 ഹദീസുകളാണ് ഈ ഭാഗത്തിൽ ഉള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അതിന്റെ അറബിയോടുകൂടെ പഠിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും അതിന്റെ അർത്ഥമെങ്കിലും ആശയമെങ്കിലും മനസ്സിലാക്കുന്നത് നമ്മുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അത് നാം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. 3 ഹദീസുകളാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ഹജ്ജ റജുലു ബിമാലിൻ ഹറാമിൻ, ഇദാ ഹജ്ജ റജുലു, ഒരു പുരുഷൻ ഹജ്ജ് ചെയ്താൽ, ബിമാലിൻ ഹറാമിൻ, ഹറാമായ ധനവുമായിട്ട് ഒരു പുരുഷൻ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്താൽ, ഫഖാല ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അവൻ അവിടെ ചെന്നുകൊണ്ട് തൽബീയത്ത് ചൊല്ലിയാൽ, ഖാല ലഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയം ഇല്ല എന്ന് മറുപടി പറയും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. ഹജ്ജിന് പോകുന്നത് ഹലാലായ ധനം കൊണ്ടായിരിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ്, അബൂ നഈം എന്നവര് ത്വയ്ബ് അഥവാ ചികിത്സ സംബന്ധമായ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അദീബു തഅമക്കും ബിദിക്രില്ലാഹി വസ്സലാഹ് വലാ തനാമു അലൈഹി ഫതഖ്സുവ ഖുലൂബുക്കും. അദീബു തഅമക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തെ നിങ്ങൾ ദഹിപ്പിക്കുക. എങ്ങനെ? ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്, വസ്സലാഹ്, നിസ്കാരം കൊണ്ട്, സുന്നത്തായ നിസ്കാരം കൊണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലി ആ ഭക്ഷണം ദഹിക്കുന്നത് വരെ ദിക്റിൽ ഇരിക്കുക. സ്വലാത്ത് പിന്നീട് മടുക്കുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുക. അങ്ങനെ അത് രണ്ടിലുമായി ആ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത് വരെ അവൻ മുന്നോട്ട് പോവുക. വലാ തനാമു അലൈഹി, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. അങ്ങനെ ഉറങ്ങിയാൽ ഫതഖ്സുവ ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കടുത്തു പോകുന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഹദീസ് പഠനത്തിന്റെ 4ാമത്തെ ഭാഗമാണ് ഈ ക്ലിപ്പ്. ഇതിലുള്ള 1ാമത്തെ ഹദീസാണ് നിങ്ങൾ കേട്ടത്. ഇതിന്റെ മുമ്പ് 3 ഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലുള്ള ഹദീസുകൾ നാം പഠിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയും. 2ാമത്തെ ഹദീസ്, ദൈലമി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അർബഉ ദഅവാത്തിൻ ലാ തുറദ്ദു, 4 പ്രാർത്ഥന ഒരിക്കലും തന്നെ തള്ളപ്പെടുകയില്ല. അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നിന്ന് 4 പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. 1, ദഅവത്തുൽ ഹജ്ജ് ഹത്താ യർജിഅ, ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ അയാൾ തിരിച്ചു വരുന്നത് വരെ
അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. രണ്ടാമത്തത് യുദ്ധം ചെയ്യുന്ന വ്യക്തി ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട്. 3 രോഗിയുടെ പ്രാർത്ഥന. ഒരാൾക്ക് ഒരു രോഗിയായി കിടക്കുകയാണ്, അയാളുടെ പ്രാർത്ഥന രോഗത്തിൽ നിന്നും സുഖപ്പെടുന്നത് വരെ അയാൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരു സഹോദരൻ തന്റെ മുസ്ലിമായ മറ്റൊരു സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥന അയാളുടെ അയാളുടെ അസാന്നിധ്യത്തിൽ, അയാളുടെ മുന്നിൽ വെച്ചുകൊണ്ടല്ല, അയാളില്ലാത്ത ഒരു വേദിയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും തള്ളുകയില്ല. ഈ പ്രാർത്ഥനകളിൽ നിന്ന് ഏറ്റവും വേഗം ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന, ഇജാബത്തൻ ഉത്തരത്താൽ ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് ഒരു സഹോദരൻ തന്റെ മറ്റൊരു സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഇതിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. ഹദീസ് പഠനത്തിന്റെ 4ാമത്തെ ഭാഗമാണ്. 5ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രവാചകരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവിടുത്തെ ഹദീസിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ചാനലിൽ അംഗങ്ങളായ മുഴുവൻ ആളുകളെയും അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കുകയും ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കുകയും സന്തോഷവും റാഹത്തും ഇരുലോകത്തും അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.